ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാരസൈറ്റ് എന്ന മാങ്കയെ ബേസ് ചെയ്ത് കഴിഞ്ഞ ആഴ്ച നെറ്റ്ഫ്ലിക്സ് ഒരു കൊറിയൻ സീരീസ് പുറത്തിറക്കിയിരുന്നു. പാരസൈറ്റ് ദ ഗ്രേ എന്നാണ് സീരീസിൻ്റെ പേര്. സോ ഈ സീരീസിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അധികം സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. സോ പാരസൈറ്റ് ദ ഗ്രേ ഓൾറെഡി ഇതിനെ ബേസ് ചെയ്തൊരു 2 പാർട്ട് മൂവി ഇറങ്ങിയിരുന്നു. അതും കൂടാതെ ഇതിൻ്റെ ഒരു ആനിമേ ഉണ്ട്, പാരസൈറ്റ് ദ മാക്സിം എന്നാണ് പേര്. നിങ്ങൾ ആ ആനിമേ സീരീസ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക, ഒരു വേറെ ലെവൽ ഐറ്റമാണത്. എനിവേ, ഇതിൻ്റെ ഈ ഒരു യൂണിവേഴ്സിൽ അടങ്ങുന്ന മറ്റൊരു സീരീസാണ് പാരസൈറ്റ് ദ ഗ്രേ. പക്ഷേ ഇത് റീമേക്കും കാര്യങ്ങളും ഒന്നുമല്ല, എൻറ്റയർലി പുതിയൊരു സാധനമാണ്. അതായത് അതുമായിട്ട് ചെറിയ ചെറിയ കണക്ഷൻസ് ഉണ്ടെന്നല്ലാതെ പ്ലോട്ടിലും കാര്യങ്ങളിലും ഒക്കെ ഒരു ബന്ധവും. അതായത് ഈ യൂണിവേഴ്സിലെ ഒരു സ്പിൻ ഓഫ് പോലെയാണ് ഈ സീരീസ് എടുത്തിട്ടുള്ളത്. സോ സീരീസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ല എൻഗേജിംഗ് ആയിട്ട് ബിഞ്ച് വാച്ച് ചെയ്ത് കാണാൻ പറ്റിയ ഒരു കിടിലൻ സീരീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. വെറും 6 എപ്പിസോഡ്സ് മാത്രമാണ് സീരീസിനുള്ളത്. സോ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സീരീസാണിത്. സോ സീരീസിൻ്റെ പ്ലോട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു പാരസൈറ്റ് കൺസെപ്റ്റ് അറിയാവുന്നവർക്ക് അറിയുമായിരിക്കും. അതായത് മനുഷ്യരുടെ തലയിൽ കയറി തലച്ചോറ് തിന്നിട്ട് ആ ശരീരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് മനുഷ്യരുടെ ഇടയിൽ അവരിൽ ഒരാളായിട്ട് ജീവിക്കുന്ന ജീവികളാണ് ഈ പാരസൈറ്റുകൾ. ഈ പാരസൈറ്റ്സിലൊന്ന് ഇതിലെ നായികയുടെ തലച്ചോറ് കഴിക്കാൻ നോക്കും. പക്ഷെ അത് സാധിക്കാതെ അവളൊരു മ്യൂട്ടൻ്റായി മാറുന്നു. അതായത് ചില സമയം അവൾ പാരസൈറ്റ് ആവും, ബാക്കിയുള്ള സമയങ്ങളിൽ മനുഷ്യനും. ഇതേ സമയം ഗവൺമെൻറ് ഈ പാരസൈറ്റ്സിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ദ ഗ്രേ എന്ന് പറഞ്ഞൊരു ടീമിനെ നിയമിക്കുന്നു. തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സീരീസിൻ്റെ ഒരു ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞത് സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ആദ്യ 10 മിനിറ്റിൻ്റെ കഥ മാത്രമാണ്. ഈ ഒരു സ്റ്റോറി അവർക്ക് വേണമെങ്കിൽ ഒരു 10-24 എപ്പിസോഡ്സ് വലിച്ച് നീട്ടാമായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാതെ വെറും 6 എപ്പിസോഡിൽ അവർ സ്റ്റോറി പറഞ്ഞു തീർക്കുന്നുണ്ട്. അതും ഫുൾ എൻഗേജിങ് ആക്കി ഒരു തരി പോലും ലാഗ് അടുപ്പിക്കാതെയാണ് എടുത്തിട്ടുള്ളത്. മേക്കിംഗ് ഒക്കെ കിഡിലനാണ്. നമ്മുടെ ട്രെയിൻ ടു ബുസാനും ഹെൽബൗണ്ടും ഒക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഇതും മേക്ക് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ മേക്കിംഗ് ഒരു രക്ഷയില്ലായിരുന്നു. സ്ക്രീൻ പ്ലേ ഒക്കെ നല്ല ഫാസ്റ്റിലാണ് പോകുന്നത്. ഒരു സ്ഥലത്ത് പോലെ സീരീസ് ഒന്നും സ്ലോ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഓഡിയൻസിനെ ഫുൾ ടൈം പിടിച്ചിരുത്താൻ സീരീസിന് കഴിയുന്നുണ്ട്. ഓരോ എപ്പിസോഡ് കഴിയുന്തോറും അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാൻ നമുക്ക് തോന്നും. അങ്ങനെ എടുത്തെടുത്ത് എൻഡിങ് വരെ നമ്മൾ ഒറ്റ ഇരിപ്പിന് കണ്ടു തീർക്കും. എല്ലാ എപ്പിസോഡ്സും കിഡിലൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താണ് എടുത്തിട്ടുള്ളത്. എസ്പെഷ്യലി ഇതിൻ്റെ ഫൈനൽ എപ്പിസോഡ് ഒരു രക്ഷയില്ലായിരുന്നു. സീരീസിലെ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ അടിപൊളിയാണ്. നമുക്ക് ഇഷ്ടം തോന്നുന്ന, വെറുപ്പ് തോന്നുന്ന, സഹതാപം തോന്നുന്ന അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് സീരീസിൽ. കുറേ ക്യാരക്ടേഴ്സിനെ ഒന്നും സീരീസിൽ അനാവശ്യമായിട്ട് കൊണ്ടുവരുന്നില്ല. എല്ലാ ക്യാരക്ടേഴ്സിനും അവരവരുടേതായ ഒരു ഇമ്പോർട്ടൻസ് സീരീസിനുണ്ട്. പിന്നെ പറയാനുള്ളത് ഇതിലെ ആക്ഷൻ സീക്വൻസുകളെ കുറിച്ചാണ്. ഇത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, ഈ പാരസൈറ്റ്സ് അവരുടെ ഹെഡ് വെച്ചാണ് ഫൈറ്റ് ചെയ്യുന്നത്. ആനിമയിൽ അത് കുഴപ്പമില്ലായിരുന്നു, ബട്ട് ലൈവ് ആക്ഷനിലേക്ക് വരുമ്പോൾ അത് പാളിപ്പോകാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ സീരീസ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം കിടിലനായിട്ടാണ് ഇതിലെ ആക്ഷൻ സീക്വൻസുകൾ അവർ ചെയ്തിട്ടുള്ളത്. ആക്ഷൻ സീക്വൻസുകൾ മാത്രമല്ല, ഇതിലെ VFXും ഡീറ്റെയിലിങ്ങും കിടിലനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഓരോന്നും ഫ്രെയിം ബൈ ഫ്രെയിം ഇരുന്ന് പണിയെടുത്തിട്ടുണ്ടെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ യൂണിവേഴ്സിൽ ഒരു സ്പിൻ ഓഫ് ആയിട്ട് ഇറങ്ങിയ സീരീസ് ആണെങ്കിലും ഈ സിനിമകളെക്കാളും ആനിമേക്കാളും ആക്ഷൻ സീക്വൻസുകളിലും VFXിലും ഒക്കെ ക്വാളിറ്റി കൂടുതൽ ഈ സീരീസിനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ മ്യൂസിക്കിനെ കുറിച്ചാണ്. മ്യൂസിക്കിൽ അവരൊരു ഹൊറർ ടൈപ്പ് സാധനമാണ് പിടിച്ചിരിക്കുന്നത്. സീരീസ് കാണുമ്പോൾ പല സമയത്തും ഒരു ഭീകര ഹൊറർ സിനിമയിലെ മ്യൂസിക് എടുത്തിട്ട പോലെ തോന്നും. സോ അതും അടിപൊളി തന്നെയായിരുന്നു. സോ 6 എപ്പിസോഡുകളുള്ള ഫസ്റ്റ് സീസണാണ് കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയത്. സീസൺ 2 ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒരു അടിപൊളി ക്ലിഫ് ഹാങ്ങർ വെച്ചാണ് അവർ ഫസ്റ്റ് സീസൺ എൻഡ് ചെയ്തത്. ബട്ട് സെക്കൻഡ് സീസൺ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അത്യാവശ്യം ഒരു പ്രോപ്പർ എൻഡിങ് കൊടുത്താണ് അവർ ഫസ്റ്റ് സീസൺ എൻഡ് ചെയ്തത്. സോ ഫസ്റ്റ് സീസൺ നല്ലൊരു സാറ്റിസ്ഫാക്ഷനോടെ തന്നെയായിരുന്നു എൻഡ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഫൈനൽ സീനിലൊരു ക്ലിഫ് ഹാങ്ങർ ഉണ്ട് മോനെ, അതൊരു രക്ഷയില്ലാത്ത കിടിലൻ സംഭവമായിരുന്നു. നിങ്ങൾ പാരസൈറ്റ് ദ മാക്സിം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കിടിലൻ സർപ്രൈസിങ് ആയിട്ടും ഇതിൻ്റെ എൻഡിങ്ങിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ആനിമെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അത്ര എത്തിയിട്ടില്ലെങ്കിലും പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സീരീസ്. കാരണം അനാവശ്യമായി ലാഗ് അടുപ്പിക്കാതെ പറയാനുള്ള കാര്യം കിടിലനായിട്ട് തന്നെ അവർ പറഞ്ഞു തീർത്തു. സോ നിങ്ങൾ ഈ പാരസൈറ്റ് യൂണിവേഴ്സിനെ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ സാധനമാണിത്. ഇനി നിങ്ങൾ ഈ പാരസൈറ്റുമായി ബന്ധപ്പെട്ട ഒന്നും കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്കും കാണാൻ പറ്റിയ നല്ലൊരു സീരീസാണ് പാരസൈറ്റ് ദ ഗ്രേ. സോ ഇതൊക്കെയാണ് പാരസൈറ്റ് ദ ഗ്രേ എന്ന സീരീസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ. നിങ്ങൾ ഈ സീരീസ് കണ്ട ആളാണെങ്കിൽ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്